ഒരു ഫാർമ കമ്പനിയുടെ ക്വാളിറ്റി സിസ്റ്റത്തിൽ മീറ്റിംഗുകൾക്കൊരു പഞ്ചവുമില്ല അല്ലേ? പക്ഷേ ഈ കൂട്ടത്തിൽ ഒന്നുണ്ട്, പലരും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രം കാണുന്ന ഒന്ന്. അതാണ് മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ്, അല്ലെങ്കിൽ MRM. പക്ഷെ സത്യം എന്താണെന്നറിയുമോ? ഇത് വെറുമൊരു മീറ്റിംഗ് അല്ല, നിങ്ങളുടെ കമ്പനിയുടെ ക്വാളിറ്റിയുടെ ബ്രെയിൻ, അതിന്റെ കമാൻഡ് സെന്റർ തന്നെയാണത്. ഒന്ന് സത്യസന്ധമായി പറഞ്ഞേ, നിങ്ങളുടെ കമ്പനിയിൽ അടുത്ത MRM എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? അതോ അത് വേറൊരു മീറ്റിംഗ് എന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞോ? എങ്കിൽ കേട്ടോളൂ, ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും നിസ്സാരമായി കാണുന്ന ഈ മീറ്റിംഗ് ആയിരിക്കും നിങ്ങളുടെ ക്വാളിറ്റി സിസ്റ്റത്തിന്റെ ഹൃദയമെടുപ്പ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും ഈ MRM? ഇതൊരു സാധാരണ സ്റ്റാറ്റസ് അപ്ഡേറ്റ് മീറ്റിംഗ് അല്ല, ജൂനിയർ സ്റ്റാഫ് വന്ന് കുറച്ച് സ്ലൈഡ് കാണിച്ചിട്ട് പോകുന്ന ഒരു പരിപാടിയല്ല. ഇത് കമ്പനിയുടെ തലപ്പത്തുള്ളവർ, അതായത് സീനിയർ മാനേജ്മെന്റ്, നേരിട്ട് വന്നിരുന്ന് നമ്മുടെ ക്വാളിറ്റി സിസ്റ്റം എങ്ങോട്ടാണ് പോകുന്നത്, എല്ലാം ട്രാക്കിലാണോന്ന് വിലയിരുത്തുന്നൊരു ഔദ്യോഗിക വേദിയാണ്. ശരിക്കുമുള്ള തീരുമാനങ്ങൾ അത് ഇവിടെയാണുണ്ടാകുന്നത്. ഇതിപ്പോ എന്തിനാണ് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? കാരണം സിമ്പിളാണ്. നമുക്ക് എല്ലാവർക്കും ഒരു പേടിയുള്ള കൂട്ടറുണ്ടല്ലോ, റെഗുലേറ്ററി ഓഡിറ്റർമാർ. US FDA ആവട്ടെ, MHRA ആവട്ടെ, അവർക്ക് ഈ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒന്നാണ്. അവരൊരു ഓഡിറ്റിന് വന്നാൽ ആദ്യം ചോദിക്കുന്ന ഡോക്യുമെന്റുകളിലൊന്ന് ഈ MRM മിനിറ്റ്സ് ആയിരിക്കും. ഉറപ്പാണ്. അവർക്ക് ഇതൊരു വെറും പേപ്പറല്ല. നിങ്ങളുടെ മാനേജ്മെന്റിന് ക്വാളിറ്റിയോട് ശരിക്കും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടോ, അതോ വെറും പറച്ചില് മാത്രമാണോ എന്നളക്കാനുള്ളൊരു ഉരകല്ലാണിത്. ഒന്ന് ഓഡിറ്ററുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കിയേ. അവർക്ക് ഒന്നേ അറിയേണ്ടതുള്ളൂ, ഈ കമ്പനിയിലെ വലിയ ആളുകൾക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ വല്ല ശ്രദ്ധയുമുണ്ടോ, അതോ എല്ലാം ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ തലയിൽ വച്ചുകൊടുത്ത് കൈകഴുകി ഇരിക്കുകയാണോ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അവർക്ക് കിട്ടുന്നത് നിങ്ങളുടെ MRM മിനിറ്റ്സിൽ നിന്നാണ്. മാനേജ്മെന്റ് ഇതിൽ ഇടപെടുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അതുതന്നെയാണ്. അതുകൊണ്ടുതന്നെ ഒരു MRM എന്ന് പറയുന്നത് വെറുതെ വന്നിരുന്ന് ചായയും കുടിച്ച് പിരിയുന്ന ഒരു പരിപാടിയല്ല. അതിന് വളരെ വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട്, ചില അജണ്ടകളുണ്ട്. അപ്പോ എന്തൊക്കെയാണ് ആ ലക്ഷ്യങ്ങൾ? ഒന്നാമതായി, നമ്മുടെ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, അതായത് QMS, എങ്ങനെ പെർഫോം ചെയ്യുന്നുവെന്ന് വിലയിരുത്തണം. പിന്നെ വരുന്ന ഡേറ്റയും അതിലെ ട്രെൻഡുകളും ശരിക്ക് അനലൈസ് ചെയ്യണം. എപ്പോഴും ആവർത്തിച്ചു വരുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. അത് പരിഹരിക്കാൻ ആവശ്യമായ പണമോ ആളുകളെയോ കൊടുക്കണം. അങ്ങനെ എപ്പോഴും നമ്മൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഉറപ്പാക്കണം. ഇതാണിതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ ലക്ഷ്യങ്ങളൊക്കെ നേടണമെങ്കിൽ നമ്മൾ വെറുതെ സംസാരിച്ചിരുന്നാൽ പോരല്ലോ, കൃത്യമായ വിഷയങ്ങൾ തന്നെ ചർച്ചയ്ക്ക് വെക്കണം. ഉദാഹരണത്തിന്, ഡീവിയേഷൻ ട്രെൻഡുകൾ എന്തൊക്കെയാണ്? നമ്മളെടുത്ത ക്യാപ്പുകൾക്ക് വല്ല ഫലവുമുണ്ടോ? ഇന്റേണൽ ഓഡിറ്റിൽ എന്തൊക്കെയാണ് കണ്ടെത്തിയത്? കസ്റ്റമർമാരുടെ പരാതികൾ, പുതിയ ചേഞ്ച് കൺട്രോളുകൾ, അങ്ങനെ നമ്മുടെ ക്വാളിറ്റി സിസ്റ്റത്തിന്റെ ഓരോ ചെറിയ കാര്യവും ആ മീറ്റിംഗിൽ ചർച്ചയ്ക്ക് വന്നിരിക്കണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, മിക്ക മീറ്റിംഗുകളും പരാജയപ്പെടുന്നത് എവിടെയാണെന്നറിയാമോ? ഒരുപാട് ചർച്ചകൾ നടക്കും, പക്ഷേ അവസാനം ഒരു തീരുമാനവും ഉണ്ടാവില്ല, ഒരു ആക്ഷനും ഉണ്ടാവില്ല, വെറും സംസാരം മാത്രം. ഇതിനെയാണ് ആക്ഷൻലെസ് ടോക്ക് എന്ന് പറയുന്നത്. ഇത് RMൽ സംഭവിച്ചാലോ തീർന്നു. ഒരു MRM വെറും സംസാരമായി പോകാതിരിക്കാൻ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വളരെ സിമ്പിളാണ്. 1. ഓരോ ചർച്ചയ്ക്കും ശേഷം വ്യക്തമായൊരു തീരുമാനം വേണം. 2. അതെങ്ങനെ ചെയ്യും എന്നതിനൊരു ആക്ഷൻ പ്ലാൻ വേണം. 3. ഓരോ ആക്ഷനും ചെയ്യാൻ ഉത്തരവാദിത്വപ്പെട്ട ഒരാൾ വേണം. 4. അത് എന്ന് ചെയ്യും എന്നതിനൊരു ഡെഡ്ലൈനും വേണം. ഈ 4 കാര്യങ്ങളില്ലെങ്കിൽ ആ മീറ്റിംഗ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇനി ഈ പറഞ്ഞ തീരുമാനങ്ങളെല്ലാം എവിടെ എഴുതിവെക്കും? അതാണ് മീറ്റിംഗ് മിനിറ്റ്സ്. ഓർക്കണം, ഇത് വെറുതെ ഒരു നോട്ട്ബുക്കിൽ കുറിച്ചിട്ട് മറന്നു കളയാനുള്ളതല്ല. ഒരു ഓഡിറ്റർ വന്നാൽ അവർക്ക് മുന്നിൽ വയ്ക്കുന്ന ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റാണ്. അതുകൊണ്ട് ഓരോ ചർച്ചയും, അതിലെ തീരുമാനവും, ആരാണത് ചെയ്യേണ്ടത് എന്നതും എപ്പോഴേക്കും ചെയ്യുമെന്നതും എല്ലാം ക്രിസ്റ്റൽ ക്ലിയറായി അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. നിങ്ങൾ വെറും വാക്ക് പറയുന്നവരല്ല, പ്രവർത്തിക്കുന്നവരാണെന്ന് തെളിയിക്കുന്ന രേഖയാണ് ഈ മിനിറ്റ്സ്. ശരിക്കും പറഞ്ഞാൽ ഒരു MRMന് 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ അത് നിങ്ങളുടെ ക്വാളിറ്റി സിസ്റ്റത്തെ വിജയത്തിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ നിങ്ങളെ നേരെ ഒരു ഓഡിറ്റ് ഫെയിലിയറിലേക്ക് തള്ളിവിടും. ഇതിലേത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഒരു സൈഡിൽ മാനേജ്മെന്റ് ആക്റ്റീവായി പങ്കെടുക്കുന്നു, വരുന്ന ഡാറ്റയെ കീറിമുറിച്ച് പരിശോധിക്കുന്നു, വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നു, അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നു. അതാണ് നല്ല MRM. ഇനി മറുഭാഗത്ത് മാനേജ്മെന്റ് വരാത്ത, അല്ലെങ്കിൽ താൽപ്പര്യമില്ലാതിരിക്കുന്ന, വെറും കടലാസിൽ മാത്രം നടക്കുന്ന, ആക്ഷൻ ഐറ്റംസൊക്കെ മറന്നുപോകുന്നൊരു മീറ്റിംഗ്. ഇതൊരു ഓഡിറ്റ് ഫെയിലിയറിലേക്കുള്ള എളുപ്പവഴിയാണ്. ഒരു നിമിഷമൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ കമ്പനിയിൽ നടക്കുന്നത് ഇതിൽ ഏതാണ്? ആ ഉത്തരമാണ് നിങ്ങളുടെ കംപ്ലയിന്റ് സ്റ്റാറ്റസ് എന്തായിരിക്കുമെന്ന് തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. MRM എന്നത് ഒരു മീറ്റിംഗ് മാത്രമല്ല, അത് നിങ്ങളുടെ കമ്പനിയുടെ കംപ്ലയൻസ് കൾച്ചർ, അതായത് ഗുണമേന്മയോടുള്ള നിങ്ങളുടെ സംസ്കാരത്തിന്റെ ഒരു കണ്ണാടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ശരിയായ ഒരു MRM ഇല്ലെങ്കിൽ
എന്ത് സംഭവിക്കും? വളരെ സിമ്പിളാണ്. ക്വാളിറ്റി സിസ്റ്റം ഒരു വഴിക്കും മാനേജ്മെന്റ് വേറൊരു വഴിക്കും പോകും. ഇത് രണ്ടും തമ്മിൽ ഒരു കണക്ഷനുമില്ലാതെയാകും. ഈ ഒരു വിടവ് അത് വളരെ അപകടം പിടിച്ച ഒന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ല MRM എന്ന് പറയുന്നത് നിങ്ങളുടെ മാനേജ്മെന്റിനെയും ക്വാളിറ്റി സിസ്റ്റത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം പോലെയാണ്. ആ പാലം എത്രത്തോളം ശക്തമാണോ അത്രത്തോളം ശക്തമായിരിക്കും നിങ്ങളുടെ കമ്പനിയുടെ ക്വാളിറ്റിയുടെ അടിത്തറയും. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ സ്ഥാപനത്തിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് വെറും സംസാരം മാത്രമാണോ അതോ അതൊരു പ്രതിബദ്ധതയാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടി നിങ്ങൾ വേറെ എങ്ങോട്ടും പോകണ്ട. നിങ്ങളുടെ അവസാനത്തെ മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗിന്റെ മിനിറ്റ്സ് ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ഉത്തരം അതിൽ തന്നെയുണ്ടാവും.